നമസ്കാരം. മരണാനന്തര ജീവിതം ഒരു പ്രഹേളികയായി പലരും കൊണ്ടു നടക്കുന്നു. അത് അത്ര വലിയ പ്രശ്നമാണോ? അല്ലെന്നാണ് എൻ്റെ പക്ഷം. ഒരു സങ്കല്പത്തിലൂടെ അത് പറയാം. ആ സങ്കല്പത്തിന് രണ്ട് രംഗങ്ങളുണ്ട്. രംഗം ഒന്ന്, ഞാനൊരിടത്ത് ഇരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി എൻ്റെ അടുത്ത് വന്ന് എന്തോ ചോദിക്കുന്നതായി എനിക്ക് തോന്നിയിട്ട് ഒരു പേന എടുത്ത് ടോപ്പിട്ടടച്ച് ഞാൻ അവൾക്ക് കൊടുക്കുന്നു. അവൾ ഒരു പുതിയ കളിപ്പാട്ടം കിട്ടി എന്ന സന്തോഷത്തിൽ പോയി കളിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ പുതുമ നഷ്ടപ്പെട്ട് ആ കുഞ്ഞ് അത് വലിച്ചെറിഞ്ഞ് പുതിയത് ഒന്നിനു വേണ്ടി കരയുന്നു. രംഗം രണ്ട്, ഒരു മുതിർന്ന പെൺകുട്ടി, 8 വയസ്സായ പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന ഒരു പേന ചോദിക്കുന്നു. ഞാൻ അവൾക്ക് ഒരു പേന അതുപോലെ ടോപ്പിട്ടടച്ച് കൊടുക്കുന്നു. അവൾ ടോപ്പ് തുറന്ന് ആ പേന കൊണ്ട് എഴുതി ആനന്ദം കണ്ടെത്തുന്നു. ഇനി കാര്യത്തിലേക്ക് വരാം. എൻ്റെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ആദ്യത്തെ കുട്ടി പേന വലിച്ചെറിഞ്ഞ് പുതിയ ഒന്നിനു വേണ്ടി കരഞ്ഞു? രണ്ടാമത്തെ ചോദ്യം, ആ മുതിർന്ന പെൺകുട്ടി എന്തുകൊണ്ട് പേന തുറന്നെഴുതി ആനന്ദിച്ചു? കൊച്ചുകുട്ടിക്ക് ആ പേനയുടെ ഉപയോഗം അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ടാണ് അത് കരഞ്ഞത്. രണ്ടാമത്തെ കുട്ടിക്കോ, പെൺകുട്ടിക്കോ, അവൾക്ക് അതിൻ്റെ ഉപയോഗം അറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ എഴുതി ആനന്ദിച്ചു. എനിക്കും നിനക്കും അവൾക്കും അവനും ഒരു ജീവിതമാകുന്ന പേന തന്നിട്ടുണ്ട്. അത് തുറന്ന് എഴുതുകയാണ് നമ്മുടെ ചുമതല. അത് എഴുതാൻ സാധിക്കാത്തവർ, എഴുതാൻ അറിയാത്തവർ, അതായത് ജീവിക്കാൻ അറിയാത്തവർ ആണ് വേറെ ഒന്നിനെപ്പറ്റി കരയുന്നതും ചിന്തിക്കുന്നു. അറിയുന്നവർ അതുകൊണ്ട് എഴുതി അല്ലെങ്കിൽ ജീവിച്ച് ആനന്ദിക്കും. ചാർലി ചാപ്ലിൻ ഒരിടത്ത് പറഞ്ഞതായി ഞാൻ വായിച്ചിട്ടുണ്ട്: എന്നെ വെറുക്കുന്നവരെ വെറുക്കുവാൻ എനിക്ക് നേരമില്ല, കാരണം ഞാൻ സ്നേഹിക്കുന്ന തിരക്കിലാണ്. അതുപോലെ ഞാൻ പറയട്ടെ, എനിക്ക്